ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് സമീപം ഇറാന്റെ നാവികസേനാ സാന്നിധ്യം വർദ്ധിപ്പിച്ചുവെന്ന് റിപ്പോർട്ടുകൾ. ലോകത്തെ എണ്ണ കയറ്റുമതിയുടെ വലിയൊരു പങ്ക് കടന്നുപോകുന്ന ഈ കടലിടുക്ക് അടച്ചുപൂട്ടിയാൽ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാകും. അമേരിക്കൻ നാവികസേന പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിനിടെ ലെബനനിൽ ഹിസ്ബുള്ളയുടെ സൈനിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയരുന്നു. ഇസ്രയേൽ അതിർത്തിക്ക് സമീപം ചില കേന്ദ്രങ്ങളിൽ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലെ സഖ്യകക്ഷികളെയും ഹോർമൂസ് കടലിടുക്കിനെയും ലക്ഷ്യമാക്കി ഇറാൻ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും US സൈന്യം വെടിവെച്ചിട്ടു. ഇതിന് ശക്തമായ തിരിച്ചടിയായി ഇറാന്റെ ചില തീരദേശ നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ US വ്യോമാക്രമണം നടത്തി. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്ന താൽക്കാലിക വെടിനിർത്തൽ പൂർണ്ണമായും തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഒരു പുതിയ കരാറിൽ ഒപ്പുവയ്ക്കാൻ ട്രംപ് ഭരണകൂടം ഇറാനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതിനിടയിലാണ് ഈ പുതിയ സൈനിക നീക്കങ്ങൾ അരങ്ങേറിയത്. ലോക എണ്ണ വിപണിയെ ബാധിക്കാൻ ശേഷിയുള്ള ഹോർമൂസ് കടലിടുക്കും ഇസ്രയേൽ ഹിസ്ബുള്ള അതിർത്തിയിലെ പുതിയ സംഭവവികാസങ്ങളും ചേർന്ന് മേഖല വീണ്ടും അസ്ഥിരതയിലേക്ക് നീങ്ങുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലെ സഖ്യകക്ഷികളെയും ഹോർമൂസ് കടലിടുക്കിനെയും ലക്ഷ്യമാക്കി ഇറാൻ വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും US സൈന്യം വെടിവെച്ചിട്ടു. ഇതിന് ശക്തമായ തിരിച്ചടിയായി ഇറാന്റെ ചില തീരദേശ നിരീക്ഷണ റഡാർ കേന്ദ്രങ്ങൾക്ക് നേരെ US വ്യോമാക്രമണവും നടത്തി. ഇതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായിരുന്ന താൽക്കാലിക വെടിനിർത്തൽ പൂർണ്ണമായും തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി ഒരു പുതിയ കരാറിൽ ഒപ്പുവയ്ക്കാൻ ട്രംപ് ഭരണകൂടം ഇറാനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നതിനിടയിലാണ് ഈ പുതിയ സൈനിക നീക്കങ്ങൾ അരങ്ങേറിയത്. കുവൈറ്റ്, ഖത്തർ, ബഹ്റൈൻ, UAE തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കയുടെ സൈനിക സാന്നിധ്യം ശക്തമാണ്. പ്രദേശത്തെ അമേരിക്കൻ താവളങ്ങൾ ആക്രമിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലുകൾ പുറത്തുവന്നതോടെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഗൾഫ് മേഖലയിൽ യുദ്ധം വ്യാപിച്ചാൽ എണ്ണ വിതരണത്തിനും വിമാന സർവീസുകൾക്കും വലിയ തിരിച്ചടിയാകും. US സെൻട്രൽ കമാൻഡായ സെൻട്കോം പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം കുവൈറ്റ്, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ 7 ബാലിസ്റ്റിക് മിസൈലുകളാണ് വിക്ഷേപിച്ചത്. ഇതിൽ 6 മിസൈലുകളും US പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തടഞ്ഞു. 7ാമത്തെ മിസൈൽ ലക്ഷ്യത്തിലെത്തുന്നതിൽ പരാജയപ്പെടുകയും ചെയ്തു. ആക്രമണത്തിൽ US സൈനികർക്കോ ഉദ്യോഗസ്ഥർക്കോ പരിക്കേറ്റിട്ടില്ലെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. കുവൈറ്റിൽ US സൈനികർക്ക് ആതിഥേയത്വം വഹിക്കുന്ന പ്രധാന കേന്ദ്രമായ അലി അൽ സലേം വ്യോമതാവളത്തിന് നേരെയും ബഹ്റൈനിലെ US-ന്റെ 5ാം കപ്പൽപ്പടയ്ക്ക് നേരെയുമായിരുന്നു ഇറാന്റെ ആക്രമണം. ആക്രമണത്തെ തുടർന്ന് ബഹ്റൈനിൽ വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങുകയും ജനങ്ങളോട് ഉടൻ തന്നെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശിക്കുകയും ചെയ്തു. കുവൈറ്റ് സൈന്യവും തങ്ങളുടെ രാജ്യത്തിന് നേരെ വന്ന മിസൈലുകളെയും ഡ്രോണുകളെയും പ്രതിരോധിക്കാൻ സജീവമായി രംഗത്തുണ്ടായിരുന്നു. മിസൈൽ ആക്രമണത്തിന് തൊട്ടുമുമ്പ് രാജ്യാന്തര കപ്പൽ ഗതാഗതത്തിന് ഭീഷണിയായിരുന്ന 4 ഇറാനിയൻ ഡ്രോണുകളും US വെടിവെച്ചിട്ടിരുന്നു. ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയായി അമേരിക്കൻ സേന ഇറാന്റെ തീരദേശ നിരീക്ഷണ റഡാർ സെന്ററുകളിൽ ആക്രമണം നടത്തി. ഗൊറൂക്കിലെ റഡാർ സൈറ്റും ഖേഷം ദ്വീപിലെ സൈറ്റും തകർത്തതായി സെൻകോം അറിയിച്ചു. തുടർന്നുള്ള സമുദ്ര ആക്രമണങ്ങൾ തടയുന്നതിനായിരുന്നു ഈ തിരിച്ചടി. ശനിയാഴ്ച പുലർച്ചെ 4:15-നാണ് ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം രാജ്യവ്യാപകമായി കടുത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും അടിയന്തര നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഗൾഫ് മേഖലയിൽ മിസൈൽ ആക്രമണങ്ങളും സൈനിക നീക്കങ്ങളും ശക്തമായതോടെ ജനവാസ മേഖലകളുടെ സുരക്ഷ മുൻനിർത്തിയാണ് ഈ മുൻകരുതൽ നടപടികൾ എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കുവൈറ്റിലെ പ്രധാന വിമാനത്താവളത്തിന്റെ പാസഞ്ചർ ടെർമിനലിന് നേരെ ഇറാനിയൻ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. ഇതിൽ ഒരാൾ കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇപ്പോഴത്തെ ശക്തമായ മിസൈൽ പ്രയോഗം ഉണ്ടായിട്ടുള്ളത്. ആഗോള ഊർജ്ജ വിപണിയുടെ ജീവനാഡിയായ ഹോർമൂസ് കടലിടുക്കിൽ ടെഹ്റാൻ നിയന്ത്രണങ്ങൾ കടുപ്പിച്ചതാണ് US-നെ ചൊടിപ്പിച്ചത്. ലോകത്തിലെ എണ്ണ, പ്രകൃതിവാതക കയറ്റുമതിയുടെ സിംഹഭാഗവും കടന്നുപോകുന്ന ഈ പാതയിൽ ഇറാൻ തടസ്സങ്ങൾ സൃഷ്ടിച്ചതോടെ US സൈന്യം ഇറാനിയൻ തുറമുഖങ്ങളിൽ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിനിടെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് ഇറാനുമായി ബന്ധമുള്ള ഒരു എണ്ണ ടാങ്കർ US സൈന്യം ബലമായി പിടിച്ചെടുത്തതും ഇറാന്റെ ഊർജ്ജ മേഖലയ്ക്ക് മേൽ പുതിയ കടുത്ത ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചതും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് വേഗത്തിൽ പരിഹാരം കാണുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവർത്തിക്കുമ്പോഴും നയതന്ത്ര ചർച്ചകൾ പ്രതിസന്ധിയിലാണ്. ഞങ്ങൾ ഇറാനിൽ നിന്ന് വളരെ വേഗത്തിൽ പുറത്തുവരും, ഒന്നുകിൽ ചർച്ചകളിലൂടെ അല്ലെങ്കിൽ കടുത്ത വഴിയിലൂടെ, വിസ്കോൻസിനിൽ കർഷകരെ അഭിസംബോധന ചെയ്ത് ട്രംപ് പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ 60 ദിവസത്തേക്ക് നീട്ടാനും ആണവ പദ്ധതിയെക്കുറിച്ച് പുതിയ ചർച്ചകൾ തുടങ്ങാനും ഒരാഴ്ച മുൻപ് താൽക്കാലിക ധാരണയായിരുന്നു. എന്നാൽ ട്രംപ് ചില മാറ്റങ്ങൾ ആവശ്യപ്പെട്ടതോടെ കരാർ ഒപ്പിടുന്നതിൽ നിന്ന് ഇറാൻ പിന്മാറി.
ഇറാന്റെ പക്കൽ ഇനിയും 21% മുതൽ 22% വരെ മിസൈൽ ശേഖരം അവശേഷിക്കുന്നുണ്ട് എന്നാണ് US വിലയിരുത്തൽ. ഗൾഫ് മേഖലയിലെ സംഘർഷത്തിനു പുറമെ ലെബനനിലും സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുന്നു. വാഷിംഗ്ടണിന്റെ മധ്യസ്ഥതയിൽ ഇസ്രയേലും ലെബനനും വെടിനിർത്തലിന് ധാരണയായെങ്കിലും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ള ഈ കരാർ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞിരിക്കുകയാണ്. ഗാസ യുദ്ധത്തിന് ശേഷം താൽക്കാലികമായി ശാന്തമായിരുന്ന മേഖല വീണ്ടും ചൂടുപിടിക്കുമോ എന്ന ആശങ്ക ഉയരുന്നു. ഹിസ്ബുള്ളയുടെ ഏതൊരു വലിയ നീക്കത്തിനും ഇസ്രയേൽ ശക്തമായി പ്രതികരിക്കുമെന്നാണ് വിലയിരുത്തൽ. ഗാസ യുദ്ധത്തിനു ശേഷം ലെബനൻ അതിർത്തി സ്ഥിരമായ സംഘർഷ മേഖലയായി മാറിയിരുന്നു. ഹിസ്ബുള്ളയുടെ പുനഃസംഘടനാ ശ്രമങ്ങളും പുതിയ ആയുധ ശേഖരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഇസ്രയേൽ നിരീക്ഷിക്കുന്നതായി പറയപ്പെടുന്നു. ഇത് ഭാവിയിൽ പുതിയ ഏറ്റുമുട്ടലുകൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നു. തെക്കൻ ലെബനനിൽ ഇസ്രയേൽ സൈന്യം ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. 9ഓളം ഗ്രാമങ്ങളിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രയേൽ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസമുണ്ടായ വ്യോമാക്രമണങ്ങളിൽ 9 പേർ കൊല്ലപ്പെടുകയും ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏറ്റുമുട്ടലിൽ 2 ഇസ്രയേൽ സൈനികർക്കും പരിക്കേറ്റിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ശാശ്വതമായ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഹോർമുസ് കടലിടുക്കിലെ വെടിനിർത്തൽ കരാർ ലെബനനിലേക്കും വ്യാപിപ്പിക്കണം എന്നാണ് ഇറാന്റെ പ്രധാന നിബന്ധന. ഇതിനിടയിൽ ഇറാനെതിരെ ലെബനൻ പ്രസിഡന്റ് രംഗത്ത് വന്നിട്ടുണ്ട്. ലെബനന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടരുതെന്ന് ഇറാന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ലെബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ. അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ഇറാൻ ലെബനനെ ഒരു വെൽവെറ്റ് വിലപേശൽ ഉപകരണമായി ഉപയോഗിക്കുകയാണെന്നും ഇത് അംഗീകരിക്കാനാകില്ലെന്നും CNN നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. ഇസ്രയേലുമായുള്ള നിലവിലെ സംഘർഷങ്ങൾ പരിഹരിക്കാൻ നയതന്ത്രം മാത്രമാണ് ഏക പോംവഴിയെന്ന ഇറാന്റെ പിന്തുണയുള്ള ഹിസ്ബുള്ളയോടും പ്രസിഡന്റ് ഓർമ്മിപ്പിച്ചു. എന്നാൽ ലെബനൻ പ്രസിഡന്റിന്റെ ഈ കടുത്ത വിമർശനത്തിന് പിന്നാലെ ശനിയാഴ്ച എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി മറുപടിയുമായി രംഗത്തെത്തി. മിസ്റ്റർ ഔണിന്റെ വാക്കുകൾ കേട്ടാൽ തോന്നും ഇറാന്റെ സൈന്യമാണ് ലെബനന്റെ 1/5 കൈക്കലാക്കിയതെന്നും 4/1 ജനങ്ങളെ കുടിയൊഴിപ്പിച്ചതെന്നും ദിവസേന അവിടെ ബോംബാക്രമണം നടത്തുന്നതും. ലെബനൻ ഇറാന്റെ ഒരു വിലപേശൽ ഉപകരണമായിരുന്നെങ്കിൽ വളരെ മുൻപ് തന്നെ ഞങ്ങൾ ഒരു കരാറിൽ എത്തുമായിരുന്നു. പ്രസിഡന്റ്, നിങ്ങളുടെ രാജ്യത്തെ യഥാർത്ഥ ശത്രുവിൽ നിന്ന് രക്ഷിക്കൂ എന്നായിരുന്നു അരാക്ചിയുടെ കുറിപ്പ്. US ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി കഴിഞ്ഞ മാർച്ച് 2-നാണ് ഹിസ്ബുള്ള ഇസ്രയേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയത്. ഇതോടെയാണ് ലെബനനും പശ്ചിമേഷ്യൻ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെട്ടത്. ഇതിനു മറുപടിയായി ഇസ്രയേൽ വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങളും കരയുദ്ധവും ലെബനനിൽ ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച വാഷിംഗ്ടണിൽ വെച്ച് ലെബനൻ ഇസ്രയേൽ പ്രതിനിധികൾ തമ്മിൽ ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാറിലെത്തിയിരുന്നു. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങൾ പൂർണ്ണമായി നിർത്തിയാൽ മാത്രമേ ഇത് ബാധകമാകൂ എന്ന് കരാറിൽ വ്യവസ്ഥയുണ്ട്. എന്നാൽ കഴിഞ്ഞ വ്യാഴാഴ്ച ഹിസ്ബുള്ള തലവൻ നയീം ഖാസിം ഈ കരാർ തള്ളിപ്പറഞ്ഞിരുന്നു. യുദ്ധം അവസാനിപ്പിച്ച് ചർച്ചകളുടെ വഴി തേടുകയല്ലാതെ ഹിസ്ബുള്ളയ്ക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. ബാക്കിയുള്ളതിനെയെങ്കിലും രക്ഷിക്കാൻ നയതന്ത്രം അനിവാര്യമാണ്. ലെബനനിലെ ഭൂരിഭാഗം ജനങ്ങളും ഈ യുദ്ധത്തിൽ മടുത്തുകഴിഞ്ഞു, പ്രസിഡന്റ് ജോസഫ് ഔൺ വ്യക്തമാക്കുന്നു. ഏപ്രിൽ 17-ന് പ്രഖ്യാപിച്ച വെടിനിർത്തൽ ഇരുവിഭാഗവും ഇതുവരെ പാലിച്ചിട്ടില്ല. ഇസ്രയേലിന് ലെബനനെ പൂർണ്ണമായി തകർക്കാൻ കഴിഞ്ഞേക്കുമെങ്കിലും അവരുടെ ലക്ഷ്യങ്ങൾ ഒരിക്കലും നേടാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാസയിൽ ഇസ്രയേൽ ഇത് പയറ്റി നോക്കിയിട്ടും ഹമാസ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 1975-90 കാലഘട്ടത്തിലെ ആഭ്യന്തര യുദ്ധത്തിനു ശേഷം ആയുധങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകാത്ത ലെബനനിലെ ഏക സായുധ സംഘമാണ് ഹിസ്ബുള്ള. തെക്കൻ ലെബനനിലെ ഇസ്രയേൽ അധിനിവേശത്തിനെതിരെ പോരാടാനാണ് ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നതെന്നാണ് അവരുടെ വാദം. ഇസ്രയേൽ തങ്ങളുടെ സൈന്യത്തെ പിൻവലിക്കുകയും ശത്രുത അവസാനിപ്പിക്കുകയും ചെയ്താൽ മാത്രമേ ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ വെച്ചു താഴ്ത്താൻ രാജ്യത്തിന് സാധിക്കൂ എന്നും യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ അധികൃതർ തയ്യാറാണോ എന്ന് വ്യക്തമാക്കണമെന്നും ലെബനൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. ഹോർമുസ് കടലിടുക്കിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് സമീപം ഇറാന്റെ നാവിക സാന്നിധ്യം വർദ്ധിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ലോകത്തെ എണ്ണ കയറ്റുമതിയുടെ വലിയൊരു പങ്ക് കടന്നുപോകുന്ന ഈ കടലിടുക്ക് അടച്ചുപൂട്ടിയാൽ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാകും. അമേരിക്കൻ നാവികസേന പ്രദേശത്ത് നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിനിടെ ലെബനനിൽ ഹിസ്ബുള്ളയുടെ സൈനിക പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയരുന്നു. ഇസ്രയേൽ അതിർത്തിക്ക് സമീപം ചില കേന്ദ്രങ്ങളിൽ ആക്രമണം ശക്തമായതായി റിപ്പോർട്ടുകളുണ്ട്.